ഹായ്, ഞാൻ അബിത റഷീദ്. എല്ലാവർക്കും മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഞങ്ങൾക്കൊരു വെരി സ്പെഷ്യൽ ഗസ്റ്റാണ്. ഐ തിങ്ക് ഷെമിയുടെ ഒരു സ്പെഷ്യൽ ഡിഷ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഷെമീനോടൊന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഷെമി ഈസ് എ ഫാഷൻ ഡിസൈനർ. ഷെമീന എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഷി റൺസ് എ ബൊട്ടീക്ക് ആൻഡ് ഷി ഡിസൈൻസ് ക്ലോത്ത്സ്, സ്പെഷ്യലി വെഡിങ് ഡ്രസ്സസ്. ആൻഡ് ടുഡേ വി ഹാവ് ഷെമി വിത്ത് us. Hello, Abida. Hi, Chemmeen. Yes. So how is your cooking going on with your textile, എന്താ പറയുക, ഡിസൈനിങ്ങിൻ്റെ ഇടയിൽ കൂടെ കുക്കിംഗ് ഫുൾ ടൈം ഇല്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ വെൻ ഐ എം ഫ്രീ ആൻഡ് വെൻ ഐ എം ബാക്ക് ഹോം ഐ കുക്ക്. അല്ലെങ്കിൽ എവറിബഡി ഹാവ് എ മെയ്ഡ്, സോ അവർ മാനേജ് ചെയ്യും. സ്പെഷ്യൽ ഡേയ്സ് വെൻ ഐ ഹാവ് ഗസ്റ്റ് കമ്മിങ് ഹോം ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഐ ഹേർഡ് ദാറ്റ് യു മേക്ക് സംതിങ് വെരി സ്പെഷ്യൽ. എളുപ്പപ്പണികളാണ് കുറേയൊക്കെ. ബട്ട് എന്നാലും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ യു മൈറ്റ് ഹാവ് യുവർ സിഗ്നേച്ചർ ഡിഷസ്. ഐ കനോട്ട് സേ ബിക്കോസ് നീ ഒരു കലാകാരിയാണ്, യു മേക്ക് ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ്. അപ്പോൾ ഒരു കലാകാരിക്ക് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ആൻഡ് ഐ കെയിം ആഫ്റ്റർ 32 years ഓഫ് ടെക്സ്റ്റൈൽ. 2 കൊല്ലമായിട്ട് ഞാനിപ്പോൾ അല്ലേ ഇങ്ങനെ കുക്കിംഗ് എല്ലാം തുടങ്ങിയിരിക്കുന്നത് അല്ലേ. സോ 32 years I was selling clothes, designing clothes. I travel all around India and I bring such good clothes. പിന്നെ കൊറോണ വന്നപ്പോൾ ഇറ്റ് ബിക്കേം വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ട്രാവൽ. അതാണ് ഞാൻ നിർത്തിയത്. ബട്ട് keep going. It's a beautiful journey. It's a beautiful journey. And നമുക്ക് എപ്പോഴും ഒരു കൈത്തൊഴിൽ കയ്യിലുണ്ടല്ലോ, പഠിച്ചോ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പം ഇന്നെന്താ ഉണ്ടാക്കി തരിക? ഇന്ന് നാടൻ ചെമ്മീൻ വരട്ടിയത്. അപ്പം എൻ്റെ വഴിക്ക് നാടനാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. ഐ മൈറ്റ് ലുക്ക് ഡിഫറെൻറ്റ് ഫ്രം എവ്രി വൺ. ലൈക്ക് ഞാൻ എൻ്റെ തോന്നിയ പോലെയാണല്ലോ നടക്കുന്നത്. ഡ്രസ്സാണെങ്കിലും അതാണെങ്കിലും പീപ്പിൾ സേ ദാറ്റ് ഏജിനനുസരിച്ചുള്ള ഡ്രസ്സിങ് ഒന്നും ചെയ്യുന്നില്ല. സോ ഒരു 40 കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് വി ഡോണ്ട് ഹാവ് ടു കം ബാക്ക് ടു എ സാരി ഓർ എനിത്തിങ് അല്ലേ. വി ക്യാൻ ഡ്രസ് അപ്പ് വെയറെവർ വി ആർ, ലൈക്ക് ഹൗവർ വി ആർ കംഫർട്ടബിൾ വിത്ത്. അപ്പം എനിക്ക് പൊതുവേ ഇഷ്ടം നാടൻ ഫുഡ് തന്നെയാണ്. കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. 3 ആൾക്കും നാടൻ ഫുഡാണ് ഇഷ്ടം. അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുക. കുട്ടികളിലേക്ക് നാടൻ ഫുഡ് അവർക്ക് ഇനി എവിടെ പോയാലും എൻ്റെ ഒത്തിട്ട് നമ്മൾ എവിടെ പോയിട്ട് തിരിച്ച് വരികയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറയും, ഇന്ന് പരിപ്പ് കറിയും ചോറും മീൻ വരട്ടിയതും മതിയേന്ന് പറയും. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് അത് തിന്നാനായിരിക്കുമല്ലോ നമുക്ക് പിന്നെയും പൂതി ഉണ്ടാവുക. അപ്പോൾ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാലില്ലേ, ഈ മക്കൾക്ക് നമ്മളുടെ ഫുഡിനെ പരിചയപ്പെടുത്തുക. അത് കൊടുക്കാണ്ട് നിൽക്കുമ്പോഴാണ് ഈ ജനറേഷനിൽ അത് മറന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് നോക്കാം അല്ലേ. സോ ലെറ്റ്സ് കുക്ക് വിത്ത് ഷെമി. അപ്പോൾ ഷിമി, വെൽക്കം ടു മൈ യൂട്യൂബ് കിച്ചൺ. ഇവിടെ ഞാൻ ഉണ്ടാക്കിയ പാത്രങ്ങൾ ഞാൻ കാണൽ മാത്രമാണ് സ്ക്രീനിൽ. നൗ ഐ നോ ഹൗ ഇറ്റ് വർക്ക്സ്. യെസ്. സോ ബീങ് എ വയനാട്ടുകാരി, ഒരു വയനാടൻ കറി. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് നിൻ്റെ കറീനെ പറ്റിയിട്ടൊക്കെ. ഈവൻ ദോ യു ആർ സെല്ലിങ് ടെക്സ്റ്റൈൽസ് ഓർ യു ആർ മേക്കിംഗ് ലവ്ലി ഗാർമെൻറ്റ്സ്, ബട്ട് ഐ നോ ഹൗ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. ഒരു ലേഡി, ആസ് എ ലേഡി, വീട്, കുട്ടികൾ, നമ്മളുടേതായ ഒരു എന്താ പറയുക പാഷൻ, അതിൻ്റെ കൂടെ നീ കുക്കിങ്ങും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ബട്ട് ദാറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ഷിമ്മി കാണിച്ചു തരും. സോ what are we making? ഇന്ന് ചെമ്മീൻ വരട്ടിയത്, വയനാടൻ സ്പെഷ്യൽ. വരട്ടിയെന്ന് നമ്മൾ വരട്ടിയത് കോഴിക്കോട് വരുമ്പോൾ അത് മുളയിട്ടതായില്ലേ. അത് മുളയിട്ട് വരുമ്പോൾ അത് വെള്ളം കുറച്ചൊരു വാട്ടറി അല്ലേ, ഇത് കുറച്ചൊരു തിക്കായിട്ട്. ഉമ്മ വയനാട്ടിൽ നിന്നാണ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാണ്. ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉമ്മ എന്ത് ഉണ്ടാക്കുമ്പോഴും നോക്കുക. സോ ചട്ടി ഒന്ന് ചൂടാവണം. ചട്ടി ഒന്ന് ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുക ഞാൻ. ഒക്കെ ഒരു ഏകദേശ കണക്കാണേ, അധികം വേണ്ട, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും.
അതൊന്ന് ചൂടായിട്ട് കുറച്ച് ഉലുവ ഇടണം. ഓക്കെ, അപ്പോൾ കടുകില്ല അല്ലേ? കടുകില്ല, ഉലുവ മാത്രം. ഫിഷ് ആൻഡ് ഉലുവ എപ്പോഴും ഒരു ഇതിൽ എല്ലാവരും ഇപ്പം നോർത്ത് കേരള, സൗത്ത് കേരള എവിടെ നോക്കുകയാണെങ്കിലും ഉലുവ മസ്റ്റാ. പക്ഷെ ചില ആളുകൾ കടുകിടുന്ന കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ കടുകിടും മുളകിട്ടയിൽ. ഇതിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര എളുപ്പത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് ഇവിടെ നിന്നിട്ട് ഞാനിതിങ്ങനെ ഒബ്സർവ് ചെയ്തിരുന്നു ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് എന്നുള്ളത്. Everything should look different also, no? Set to. That is what the enjoyment people are getting out of this. I think പൊടിയാൻ തുടങ്ങി ഈ സമയത്ത് ആഡ് ചെയ്യാം. ഒരു ഹാഫ് ടീസ്പൂൺ. ഉലുവ അധികമായ കഴിക്കും. അതെ, അതുകൊണ്ട് അധികം ഹാഫ് ടീസ്പൂൺ പറഞ്ഞാൽ ഹാഫ് ടീസ്പൂൺ മതി. ഓൾമോസ്റ്റ് ഒരു 1/2 കിലോ ചെമ്മീൻ പൊളിച്ചു കഴിഞ്ഞാൽ ഇത്ര ചെമ്മീനാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊപ്പോർഷനിൽ 1/2 ടീസ്പൂൺ ഉലുവ എന്ന് പറയുന്നത് അല്ലേ? ഇതിപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്, ഒരു ഹാഫ് കിലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി. ഉലുവൻ്റെ മണം വന്ന്, അപ്പോൾ ഉലുവൻ്റെ മണം ഈ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ് അല്ലേ? ഇമ്പോർട്ടൻസ് ഓഫ് ഉലുവ ഇൻ ഫിഷ് കറി ഒരു കാര്യമായിട്ടുള്ളൊരു പാഠം തന്നെയാണ്. പൊട്ടുക ഉലുവ ചെറുങ്ങനെ ഒന്ന് പൊട്ടണം. പൊട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മണം അധികം കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ തക്കാളി അപ്പോൾ തക്കാളി റെഡിയാക്കി വെക്കണം. കുറച്ചിട്ടോളൂ, എന്നാൽ പിന്നെ ആ കരിച്ചൽ കുറഞ്ഞു കിട്ടും. ഒന്ന് മതിയോ തക്കാളി? ഒന്ന് മതി. കാരണം നമ്മൾ ഇതിലേക്ക് മാങ്ങ കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട്. ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന തക്കാളി കുറച്ചൊരു പഴുപ്പ് കുറവുണ്ട്. നമുക്ക് നാടൻ തക്കാളി യൂസ് ചെയ്താൽ മതി. ഇത് മറ്റേ ഇങ്ങനത്തെ ബോള് തക്കാളിയാണ് ഇന്നിപ്പോൾ അവൈലബിലിറ്റി. അതെ, കുറച്ചൊന്ന് നല്ലോണം പഴുക്കണം, ഒന്നൊന്ന് ഞെങ്ങണം, വരണം. അതിന്റെ ഒരു തിക്കർ സോസ് കണ്ടന്റ് ആവണം. ഓക്കെ, ഇതാണ് ബേസിക് മോയ്സ്ചർ ടു ആഡ് യുവർ ചില്ലി പൗഡർ ആൻഡ് ടർമറിക് പൗഡർ. അപ്പോൾ ഏത് കുക്കിങ്ങിലും നമ്മൾ പറയാം ഡയറക്റ്റ് പൊടിയിടരുത്, മോയ്സ്ചറായിട്ട് പൊടിയിടണം. അപ്പോൾ ഇതിപ്പോൾ ചിമ്മി ഇത് നല്ലോണം തക്കാളി വഴറ്റിയതുകൊണ്ട് അവിടെ മോയ്സ്ചർ ഉണ്ട്, അല്ലെങ്കിൽ എണ്ണയിൽ മാത്രം ഒരിക്കലും മുളകിടരുത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് AR ഫ്ലേവറിന്റെ അബിദ റഷീദിന്റെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയല്ല, ഫിഷ് ഫ്രൈ മാരിനേറ്റ് എന്നാണ് ഈ പൊടിയുടെ പേര്. ഫിഷ് ഫ്രൈ മാരിനേറ്റ്. അപ്പോൾ അത് ഫ്രൈക്ക് മാത്രമല്ല, ഈവൻ ഇത് വരട്ടിയതിനൊക്കെ നല്ലതാ. കുറച്ചുകൂടി നല്ല കളർ കിട്ടും. നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മതി. വളരെ കുറച്ച് മഞ്ഞൾ ഉപയോഗിക്കുന്ന ആളാ, അധികം വേണ്ട. മഞ്ഞൾ ഓവർ പവറിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. ഷെമീന്റെ സ്റ്റൈലിൽ മഞ്ഞൾ 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ. അതായത് എരിവ് ഓൾറെഡി വരും, കാരണം പച്ചമുളക് ഇടുന്നുണ്ടല്ലോ. അപ്പം ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ടാവൂലേ മുളക് പൊടി? 1.5 ടീസ്പൂൺ ഇട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വേണം, കാരണം മാങ്ങ ഇടുന്നുണ്ട് ഇതിലേക്ക് പിന്നീട്. അതുകൊണ്ടാണ് തക്കാളി കുറച്ചത്. എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണ്ട കൂട്ടത്തിലാണ്. അപ്പൊ ഇതൊന്നും അതെ കുറച്ചു നേരം അതെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യാം. പുളിവെള്ളം, അതെ. ഉപ്പ് നമ്മൾ ലാസ്റ്റ് ഇടുന്നുള്ളൂ. എപ്പോ ഉപ്പ് ഇടണമെന്ന് ഞാൻ പറയുന്ന മതി. ഞാൻ പറയും എപ്പോ ഉപ്പ് ഇടണം. കുറച്ച് മതി, കാരണം നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇടുന്നുണ്ട്, ലാസ്റ്റ് പുളി കൂടിപ്പോ. അപ്പൊ പുളി തക്കാളിയില് പുളിയുണ്ട്, പുളിയുണ്ട്, മാങ്ങയില് പുളിയുണ്ട്. അപ്പൊ എല്ലാം കൺട്രോൾഡ് ആയിട്ട് കുറച്ചേ വേണ്ടു എന്നാണ് അതിൻ്റെ ഇത്. എവറി 10 kilometers 20 kilometers have a different style of making. ഇതൊന്ന് തിളക്കാൻ മാത്രമേ ഈ വെള്ളം കൂട്ടുന്നുള്ളൂ. പക്ഷെ മാങ്ങ ഇടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്യും, മാങ്ങ വേവാനുള്ള വെള്ളം. കാരണം ഓൾറെഡി ചെമ്മീനിൽ വെള്ളം വരുമല്ലോ, അതിൻ്റെ വെള്ളം വരുമല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അത് വാട്ടറി. അതെ അതെ. ഈ ഭാഗത്തൊക്കെ വരട്ടിയത് എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ക്ലിങ്സ് ടു ദ മീറ്റ് ഓർ ദ ഫിഷ്,
അതിനാണ് കുറച്ച് തിക്നെസ് ഉള്ളത്, തിക്നെസ് ഓഫ് ഗ്രേവി. വയനാടിന്റെ ഒരു സ്പെഷ്യൽ ടയർ പത്തിരി ഉണ്ട്, അത് വയനാട്ടുകാർക്ക് ഉണ്ടാക്കാനും അറിയുള്ളൂ. അതെ അതെ, അത് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടാ, എനിക്ക് അതിന്റെ ചെറുതറിയാം. ഇതിലേക്ക് നമ്മളൊരു 4 കഷ്ണം മാങ്ങ ആഡ് ചെയ്തു. അത് നിങ്ങൾ പറഞ്ഞത് നമ്മളൊരു ഒറോട്ടി എന്ന് പറഞ്ഞിട്ട് ടയർ പത്തിരി, അതിന്റെ ചെറുതില്ലേ, ചെറുത് മീൻസ് കട്ടി കുറഞ്ഞിട്ട്, അതിനാണ്. അല്ല, അത് ടയർ പത്തിരിയും ഇത് മറ്റേത് ഒറോട്ടി എന്നാ പറയാ, കട്ടി കുറഞ്ഞിട്ട് ഉണ്ടാക്കും നമ്മള്. അതെ അതെ, വയനാട്ടുകാർക്ക് ടയർ പത്തിരി. വയനാട് എന്ന് പറയുന്നത് ഒരു ഹില്ലി റീജിയൻ ആണ്. അപ്പൊ അവിടുത്തെ ആ ഒരു വെതറും അവിടുത്തെ ആ പിന്നെ വാക്കിങ്ങും ഒക്കെ കണക്കൂട്ടുമ്പോൾ അവിടെ കുറച്ചും കൂടി ഹെവി ഫുഡ് വേണം. അതുകൊണ്ട് ഈ പത്തിരി തിക്ക. നേരെ മറിച്ച് ഇവിടെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ അടുത്താകുമ്പോൾ ഏറ്റവും നേരിയ പത്തിരി, കുറച്ചും കൂടി എവേ ഫ്രം കടലിൽ നിന്ന് നോക്കുമ്പോൾ പത്തിരി കുറച്ചും കൂടി കട്ടി കൂടും, അപ്പോൾ അത് ഒറോട്ടിയാവും. പിന്നെ വയനാട്ടിലെ കുന്നുമ്മലെത്തുമ്പോൾ അത് ടയർ പത്തിരിയാവും. ഇറ്റ് ഈസ് എ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് ദ മലയാളീസ് ഓഫ് നോർത്ത്. നാദാപുരം, കുറ്റ്യാടി ഒക്കെ ടയർപത്തിരിയാണല്ലോ, അവരൊക്കെ കുറച്ചും കൂടി ഹില്ലി റീജിയൻ ആണല്ലോ, അതാണ് വ്യത്യാസം. കുറച്ചും കൂടി നേരം നമ്മള് വയറിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് തിന്നാൽ ഏകദേശം സോർട്ടഡ് ആണ്. അതെ അതെ. ഇതിപ്പോ നമ്മള് 4 കഷ്ണം വാങ്ങിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ചെമ്മീന് വളരെ വേവ് കുറവാണ്. ദ മോർ യു കുക്ക് പ്രോൺസ് മോർ സ്റ്റിഫർ അല്ലേ, റബ്ബർ പോലെ. അപ്പൊ മാങ്ങക്ക് കുറച്ച് സമയം കുറച്ച് വേവണം. നമുക്കൊരു ഗ്രേവി കറക്റ്റ് അതിന് ശേഷം മതി അല്ലേ. സാധാരണ ഈ ചെമ്മീന് കുക്ക് ചെയ്യാൻ സമയം കുറച്ച് മതി, പക്ഷെ മാങ്ങ അങ്ങനെ ഭയങ്കര ഉറപ്പാണ്. മാങ്ങ ഒന്ന് വേവാനുള്ള ടൈം. അപ്പൊ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ്, കല്ലുപ്പാണ് ഇതിട്ടിരിക്കുന്നത്. അപ്പൊ വയനാട്ടുകാരും കല്ലുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതെ. ഷിമി, പണ്ട് ഞാൻ ഈ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് യൂസ് ടു ബി ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ മൂപ്പർക്കാണെങ്കിൽ ആരുണ്ടാക്കി രാത്രി വീഡിയോ കൂട്ടി വരുമ്പോൾ കുറേ മീൻ വാങ്ങിക്കൊണ്ടേ വരും. ആൻഡ് ഹി എക്സ്പെക്ട്സ് മീ ടു കുക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ്. അപ്പം നമ്മൾ രണ്ടുപേരും ഷോപ്പിൽ പോകുന്നവരാണ്, പക്ഷേ ഇത് നമുക്കുള്ളൊരു ജോലിയാണ് അല്ലേ. അപ്പം മേ ബി അതിന് നമ്മൾ സന്തോഷപൂർവ്വം എടുക്കും. പക്ഷെ അത് എല്ലാവരും അങ്ങനെ എടുക്കുന്നില്ല, ലൈക്ക് നമ്മളെ ജോലിയാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല. ഐ തിങ്ക് ഫാമിലിയിലാവുമ്പോൾ ഹസ്ബൻഡും വൈഫും എല്ലാം അതൊരു ജോലിയാണ്. പിന്നെ നമ്മള് വീട്ടിൽ അല്ല, അതൊരു ജോലിയായിട്ട് കാണുന്നോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക്. അത് അവർക്ക് ഒരു കുക്ക് ചെയ്യാനുള്ള ഒരു ഇഷ്ടം കുറയുന്നത് അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കണ്ടെന്ന് മാത്രം. അത് that is true. Like both of us start cooking and all the children also participate. ഇനി അങ്ങോട്ടുള്ള ന്യൂക്ലിയർ കിച്ചണില് it's better like you involve children also to cook with you. ഞാനെങ്ങനെ തുടങ്ങിയറിയോ, ഞങ്ങൾ സ്കൂളിട്ട് വരുമ്പോൾ ഉമ്മ പറയാൻ തരുമോ, പരിപ്പ് വേവിച്ച് കുക്കറിലുണ്ട്, ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് തൂമിച്ചോളി, എന്നിട്ട് നിങ്ങൾ ചൂടാക്കി തിന്നോന്ന് പറയും. കോഴി വേവിച്ച് വെച്ചിട്ട് അതൊന്ന് പൊരിച്ചേക്കെന്ന് പറയും. അപ്പം ഐ തിങ്ക് 5th or 6th സ്റ്റാൻഡേർഡ് നമ്മൾ വന്നിട്ട് ഈ യൂണിഫോം അയച്ച് മാറ്റി കുളിച്ച് വി ഗോ ടു ദ കിച്ചൺ. താത്തയാണ് കൂടുതൽ ചെയ്യുക, സെലീന. ഞാൻ പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ ബാക്കിൽ പോയി നിൽക്കുകയുള്ളൂ. ചെമ്മീനിട്ട് ഇപ്പൊ ചെമ്മീനും വാങ്ങി ഒന്ന് തിക്കായി വന്ന്. നല്ല കട്ടിയായി. അതെ അതെ അതെ. അതിലേക്ക് നമ്മൾ മുളകിട്ട് മതിയാവില്ല. പത്തിരിക്ക് ചപ്പാത്തിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ പച്ചമുളകൊക്കെ ഇഞ്ഞിടും. പച്ചമുളക് 2 എണ്ണം. ഒന്ന് ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടെന്ന് പറയാൻ, പിന്നെ വെളുത്തുള്ളി, അത് 2ഉം ബാക്കിയുണ്ട്. അത് ഇനിയാണ്. അത് ലാസ്റ്റ് കുറച്ച് മതി. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് അത്രേ വേണ്ടുള്ളൂ. ഉമ്മ കിച്ചൺ അങ്ങനെ തന്നോണ്ടാണ് നമ്മളൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഞങ്ങളൊന്നും കുക്ക് ചെയ്യാം. ഇല്ല നത്തിങ്. അതെ, ഇതിന് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം, കാരണം ഒന്ന് തിക്കായിപ്പോയി. മാങ്ങ ഇട്ടപ്പോൾ ഒന്ന് കുറുകിപ്പോയി. ചട്ടി കുറച്ച് വെള്ളം കുടിക്കൂ. അത് ചെമ്മീനും കുറച്ചുണ്ടല്ലോ. ചെമ്മീനൊന്ന് സ്വെല്ല് ചെയ്ത് ഇതൊന്ന് തിളക്കണം. തിളക്കുമ്പം ആ നേരം കൊണ്ട് നമുക്ക് ഇതൊന്ന് വെളുത്തുള്ളി ഒന്ന് കുത്താം. എത്ര വെളുത്തുള്ളി വേണം? ഒരു
എനിക്ക് തോന്നുന്നു ഒരു വലുതാണെങ്കിൽ അതിന്റെ പകുതി മതി. നമ്പർ ഓഫ് ഇത് കൂട്ടുകയാണെങ്കിൽ ഒരു 10 ഒരു 10 ഈ ഒരു 10-12 മാക്സിമം. ആ പക്ഷെ വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4-5 മതിയാവും. അതെ, പക്ഷെ എനിക്കില്ലേ തോലോടെ ഇടുന്നതാണ് ഇഷ്ടം. അതാണ് ഞാൻ ചെയ്യാറ്. തോലോടെ പൊടിച്ചിട്ട് എന്താ പറയാ കുത്തി ഇടുന്നതും ആദ്യം അരച്ച് പേസ്റ്റ് ആക്കി കുറേ ദിവസം പേസ്റ്റ് ആക്കി വെക്കുക ചെയ്യരുത്. വെരി ഡിഫറെന്റ് ഫ്ലേവർ. വെളുത്തുള്ളി ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി അല്ലേ? ഫ്ലേവർ ഡയറക്റ്റ് ചെമ്മീനിലേക്ക് പിടിക്കും. ഇത് തുള്ളി തുള്ളി പോകുന്നുണ്ട് പുറത്തേക്ക്. ഏകദേശം മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയും ചെമ്മീനൊക്കെ ഏകദേശം ഒന്നായി. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കുത്തിയതൊന്ന് ആഡ് ചെയ്യാം. ഇല്ല, വെണ്ണയിലിട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് മാറി, കുറച്ചൊരു ബേൺഡ് ആയി പോയില്ലേ. അപ്പം ഇതിനൊരു പച്ച മണം ഉണ്ടാവും. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെമ്മീൻ മുളയിട്ടത്. അപ്പോൾ ആബിദ റഷീദിൻ്റെ സ്റ്റൈലിലൊരു ചെമ്മീൻ മുളയിട്ടത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ ഉണ്ട്. ഇത് നമ്മളുടെ വയനാടൻ സ്റ്റൈൽ ഓഫ് ചെമ്മീൻ. അതെ. അപ്പോൾ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് രണ്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഏതാ ടേസ്റ്റ് നോക്കണം അല്ലേ? അതെ, ഒരു 2 ടേസ്റ്റ് ഉണ്ടാവും. ഒരു ദിവസം ഷെമി സ്റ്റൈൽ ഉണ്ടാക്കും, ഒരു സ്റ്റൈൽ ആബിദ സ്റ്റൈൽ ഉണ്ടാക്കും. ഇതിപ്പോൾ 2 പച്ചമുളക് കീറിയത്, അത് ഫുള്ളായിട്ട് ഇങ്ങനെ കീറി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ കറിവേപ്പില ഓൾസോ വർക്ക്സ് ഇൻ ദിസ്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഈ പച്ച മുളക് ഒന്ന് അതിലേക്കൊന്ന് സോക്കായിട്ട് 2 മിനിറ്റ്സ് മതി, അധികം നേരം വെക്കണ്ട. വെരി ലെസ് ഓയിൽ. എനിക്ക് കറിവേപ്പിൻ്റെ എല്ലാം കുറച്ച് അധികം ഇഷ്ടമാണ്. മല്ലിയില, കറിവേപ്പില, അത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. അതെ. റെഡിയായി. ഇത്ര പണിയേ ഉള്ളൂ. ഡൺ ഫോർ ദ ഡേ. യെസ്. തക്കാളി മുറിക്കാൻ നേരം അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ആദ്യം ചെയ്യേണ്ടത് ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ തക്കാളി ഒന്ന് മുറിച്ച് വെച്ചാൽ മതി, കാരണം അപ്പം ടൈം. ഗാർലിക് അതേമാതിരി തന്നെ പീൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു ഗാർലിക് എടുക്കുക, ഒരു ഇഡി റെഡിയായി. Make things easier so that you can life will be easier and fresh food കഴിക്കാം. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ വരട്ടിയതാണ്. ഇപ്പൊ ഞാൻ ചെന്നൈയിൽ പോയാലും ഖദീജ അമ്മ കുറച്ച് ചെമ്മീൻ വരട്ടി ഉണ്ടാക്കി തരുമോ, കാരണം അത് ആ ഒരു കുട്ടികൾ അത് ഇഷ്ടമായിട്ടാണ്. അപ്പൊ അത് ആ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്താലുള്ളവരെ നിങ്ങൾ ഉണ്ടാക്കിയ പോലെ ആവില്ല എന്ന് പറയും. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് അമ്മയിൽ നിന്ന് ഇഷ്ടമുള്ളൊരു വിഭവങ്ങൾ നമ്മളുടെ മക്കളിലേക്കും നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ പരമ്പരാഗതമായിട്ട് അതങ്ങനെ നിലനിൽക്കും. അല്ലാണ്ട് നമ്മൾ കുട്ടികൾക്ക് വെറും ബർഗറേ പറ്റൂ, പിസ്സയെ പറ്റൂ. അല്ല, മോൻ അങ്ങനെ തന്നെയാട്ടോ. ഇതൊക്കെ തിന്നാലും വൈകുന്നേരം ബർഗർ എന്ന് പറയും. ഞാൻ ഇല്ല, വൺസ് ഇൻ എ വീക്ക് പുറത്ത് നിന്നിട്ട് പൂതിക്ക് തിന്നോ, ബാക്കിയൊക്കെ വീട്ടിൽ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ഷിമ്മിക്ക് നല്ലോണം തിന്നാനുണ്ടാക്കാൻ അറിയാം. അപ്പോൾ we will be inviting you to do more and more dishes for us. ആബിദാത്തിന്റെ എന്നെ കണ്ട് എല്ലാവർക്കും മടുത്തോന്ന് എനിക്കൊരു ഫീലിംഗ്. ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുള്ളതൊക്കെ ഞാൻ പഠിക്കട്ടെ. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്കും പഠിക്കാം. അപ്പോൾ we are going to introduce more and more new dishes. And we'll be following with more and more people. എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പ്ലീസ് കോൺടാക്ട് മീ and do comment. Until then, goodbye from Abida Rasheed and a special thanks to Shemyofficial here. Thank you.